നോക്കേ ഇതൊക്കെ നിർത്തേ എടാ ചോടുക്ക് എന്താണ് അപ്പൊ എന്നോട് ഈ നാളികേരം പൊളിച്ചിന്റെ കുട്ടിക്ക് കൊണ്ടുപോകാനുള്ളത് അത് പണി കഴിഞ്ഞിട്ട് പൊളിച്ചാ പോരെ? എപ്പൊ തീരുന്ന നേരം വെളുക്കുമ്പോ ഒന്ന് ഈ കുറ്റി കുത്തൽ തുടങ്ങിയതാണ്. ഇത് കുറച്ച് മണ്ണിടാന്ന് പറഞ്ഞിട്ട് ചെയ്യല്ലേ? എന്ത് മണ്ണ് നേരം വെളുക്കുമ്പോ വന്നാണ് പത്രത്തില് ചോറ് ആർക്ക് എന്റെ കെട്ടിയോന്. ഇപ്പൊ ചോറും കൂടി അന്നത്തെ ദിവസമാണ് വൈകുന്നേരമായി. അല്ല പട്ടിണിയോട് നിങ്ങൾക്ക് നിങ്ങളെ കുടുംബം കളിപ്പിച്ചരാ. അല്ല പറമ്പ് കളിപ്പിക്കാൻ വേണ്ടിട്ട് പട്ടിണി എടുക്കണ്ട. ഞാൻ നിങ്ങളോട് പറഞ്ഞാണ് ഈ തളരടിക്കാൻ വരണമെങ്കിൽ എളുപ്പം പണിയെടുത്തോ. പച്ചവെള്ളം കിട്ടൂലെന്ന്. നാളികേരം പൊളിക്കണം, ഇതിന് മണ്ണിടണം, പിന്നെ അങ്ങേപ്പുറത്ത് ആ ചെടികള് മുഴുവനും ഒന്ന് ശരിയാക്കണം. ഈ മഴ പെയ്തുകൊണ്ട് നിൽക്കണേ. ഈ നേരം 9 മണിക്ക് വന്ന ചെടികളെ പണിയൊക്കെ മേലെ നിങ്ങൾ ചെയ്തുകൂടാ തള്ള നിങ്ങൾക്ക്? അതിന് ഞാൻ കായ് എടുത്ത് കാണില്ല, വെറുതെ അല്ല എന്റെ മാപ്പിള കൊണ്ട് ചെയ്തു. അപ്പൊ തിന്നാനും കൊടുക്കണം. എന്ത് തിന്നാൻ കൊടുക്കണം? പട്ടണി കിട്ട് പണിയെടുപ്പിക്കുക. ഞാൻ രാവിലെ 9 മണിക്ക് വന്നല്ലേ, ഞാൻ 1:30 2 മണി ചോറ് പോലെ അപ്പൊ രാവിലെ ചായ കുടിച്ച് പോകുന്നതല്ലേ? അത് പോരെ. അത് ശരി. അപ്പൊ നിങ്ങള് പണി മാറ്റിക്കാൻ ആള് വരും എന്നിട്ട് തിന്നാ. വേണ്ട അത് ഞാൻ പറഞ്ഞാണ് കാശ് തന്നാലും ഇങ്ങോട്ട് വരണ്ടാന്ന്. 1000 ഉറുപ്പിയാണ് എനിക്ക് എണ്ണി തരേണ്ടത്. അതിനുള്ള പണി എന്താ ഇവിടെ എടുത്തത്? തിന്നാൻ കൊടുക്കാണ്ട് 1000 ഉറുപ്പ്യന്റെ പണി. തേങ്ങ പൊളിച്ചേ വരും കഴിച്ചിട്ട് ഇവിടുന്ന് പോകണം. നിങ്ങളല്ലേ തിന്നാൻ കൊടുക്കില്ല. 4-5 കുട്ടികളായിട്ട് പിന്നാലെ നടന്ന് കഴിപ്പിച്ച. ഇവിടെ ആയ കാരണം തിന്നാൻ കൊടുക്കാൻ വരുന്നത്. നിങ്ങൾ കൊടുക്കൂലെന്ന് ഞങ്ങൾക്കറിയാം. ഇവിടെ അടുത്തല്ലേ, എനിക്ക് ഏത് നേരം ഓനെ കണ്ടുകൊടുക്കും. അതന്നെയാണ് എന്റെ അമ്മയമ്മ പറയുന്നത്. ഏത് നേരം ഇതന്നെ പരിപാടി എന്നുള്ളത്. അമ്മായിമാന്ന് നിങ്ങൾ അമ്മയാണ് ഇപ്പൊ എന്നെ പറ്റി പറയണത് ഇവിടെ, മനസ്സിലായ? എന്താ ഞാൻ എന്താ ചെയ്യേണ്ടത്? ചെയ്യണോ എന്താ വേണ്ടത്? അല്ല വേലു, എനിക്ക് 5 മക്കളായില്ലേ? എങ്കിലും ഈ ഏർപ്പാട് നിർത്തി ഈ പെമ്പറന്നോടൊന്നും പോകാൻ പറയും. പിന്നെ നിങ്ങളെ കൊടുക്കണില്ലേ? ഞാൻ കൊണ്ട് കൊടുക്കണ്ടേ? ഞാൻ എനിക്ക് ധാരങ്ങളും കലക്കി കൊടുക്കുന്നില്ല. അത് കലക്കി കൊടുക്കുന്നില്ലേ? ഓരത് പോവും ചെയ്യാം. അപ്പൊ കൊത്തലോടുന്നു. അവിടെ ഒന്ന് കുജാക്കാതെ മര്യാദക്ക് കൊത്ത് പതാണ് തള്ളിട്ട് പറഞ്ഞാണ്. ഓള് പറഞ്ഞിടത്ത് വെച്ച് പോലെ ഓൾ എനിക്ക് ലിസ്റ്റ് ഇടല് പോകാൻ ഇന്ന സ്ഥലത്ത് പോയാൽ മതി നേരം വിളിക്കുമ്പോ. അല്ല ഇവിടെ എന്താ നാവുകളോട് തട്ടിങ്ങനെ എനിക്ക് കൊണ്ടുണ്ടാ ഉണ്ടോ? ഞങ്ങളെ കുടുംബം കലക്കാൻ നോക്ക്. ഇനിയിപ്പോ ഞങ്ങളുടെ തള്ള കുടുംബം കലക്കാനുള്ളതാ. ഞാൻ ചോറോടെ വെക്കുന്നത് വെറുതെ അല്ലട്ടാ. ഇവിടെ നാവ് ചില്ലറ നാവെന്നല്ലത്. ഇതിനുള്ളത് ഞാൻ വൈകുന്നേരം വീട്ടിൽ വന്നിട്ട് തരാട്ടാ. നിങ്ങളെങ്ങാനും ഞാൻ എന്റെ അമ്മായിമാരെ കൂടെ കണ്ടിട്ടുണ്ടെങ്കിൽ തള്ളേ ഇങ്ങോട്ട് വരുമ്പോ കയറ്റണ്ട. എന്റെ പേര് ഒരാളെന്നാ ഞാൻ കയറ്റു, അന്നെ കയറ്റൂലെന്നുള്ളൂ, ബാക്കി എല്ലാരും കയറ്റും. ഉള്ള എല്ലാ കുഞ്ചും കുശുമ്പതാ. ഇപ്പൊ വേറെ ഒന്ന് എളുപ്പം ഒരു 2 മിനിറ്റോടെ അവ തിന്നൂട് വേഗം. എന്താ 2 കൂടി മോര് ഉണക്കൽ ചിക്കൻ പൊരിച്ചോടുന്നോടത്തൂടി എനിക്ക് മുണ്ടാണ്ടിരിക്കും തള്ള. ഞങ്ങള് പൈസ കൊടുക്കണ പോലെ തിന്നാൻ കൊടുക്കാണ്ട് ഇറങ്ങി കായ്ക്കോട് എടുത്തോന്നാ തെരുഞ്ഞാട്ടാ. നല്ലോണം ഓർമ്മ എന്റെ വരിയിൽ എന്നാണ്ട് ഇന്നെ പറയണ്ടേ വളപ്പ് നാടെ ഇറങ്ങി പോയിക്കോളെ വർത്താനം പറഞ്ഞാട്ടാ. തിന്നാൻ കൊടുക്കാണ്ട് ആൾക്കാരെ കൊണ്ട് പണിയിപ്പിക്കുക. എന്താപ്പത്? ഇവിടെ എത്ര തേങ്ങ ഉണ്ട്. ഇനിയിപ്പോ വേറുള്ളവർക്കൊക്കെ തിന്നാൻ കൊടുക്കുമല്ലോ. വഴി കൂടി പോണവരെ വിളിച്ചു വരുത്തി തിന്നാൻ കൊടുക്കും. പണിയെടുക്കണവർക്ക് തിന്നാൻ കൊടുക്കൂല. അതിന്റെ അന്തസ് പണിയെടുക്കണവർക്ക് തിന്നാൻ കൊടുക്കാൻ അന്തസ് നേരങ്ങളും കൊടുക്കും. ഞാൻ നേരെ ആവട്ടെ മിനിറ്റിന് തിന്നാ മൂത്രയിക്കാം ഇതെന്നെ പണി. ഇതിപ്പോ മനുഷ്യ ശരീരല്ലേ? ദൈവത്തിൽ കഴിക്കാൻ സമ്മതിക്കത്ത ഞാൻ മേലക്കന് വരുന്നില്ല. പഠിക്കുന്ന പാൽ മതിയോ? എന്റെ വീട്ടാണ് തീറ്റിക്കാൻ എനിക്കറിയാം. ഇവിടെ പണിക്ക് വരാ ഞാൻ അങ്ങോട്ട് പറഞ്ഞങ്ങോട്ട് വരണ്ടാന്ന്. പച്ച വെള്ളം കിട്ടൂലെന്ന് ഞാൻ പറഞ്ഞ എന്തായി? നിങ്ങൾ തമ്മിൽ ശത്രുക്കളാണോ? കണ്ടാ തുടങ്ങല്ലോ നിങ്ങൾ തമ്മില്. മര്യാദക്ക് തിന്നട്ടാ. എന്നിട്ട് എളുപ്പ വേഗം തിന്നോ. ഓളെ കൊഞ്ചി കൊഞ്ചു നിക്കല്ലേ. പിന്നെ ഞാൻ ഇവിടെ കൊഞ്ചു കൊഴയാനാണല്ലോ വന്നത്. എനിക്ക് ഓനെ കാണാതെ നേരം നിൽക്കാൻ എല്ലാ പണികളും മതിയല്ല. അല്ല എനിക്ക് ഇത്തിരി കൂടുതൽ തന്നെ. എന്താ എനിക്ക് എന്റെ കെട്ടാനെ സ്നേഹിച്ചൂടെ? കെട്ടിയമാരെ നിങ്ങക്ക് തള്ളേനോട് ഭയങ്കര ഇതാണല്ലോ. അതുകൊണ്ട് തള്ള എന്റെ നാട്ടുകാരി. ആ പ്ലാസ്റ്റിക്കിന്റെ കവറൊന്നും അവിടെ ഇടല്ലട്ടാ. ആ കോളത്തിന് കൊടുത്തേക്ക്. ഇവിടെ ഒന്നും ഇടാൻ പാടില്ല.
പറമ്പില് തീരെ പ്ലാസ്റ്റിക്കും ഇല്ല. വീണ്ടും വരേണ്ടതിൽ ഇത് കൊണ്ടേക്കാം. പേലോ അന്നോടുള്ള തൃപ്പതി കൂടി ഇല്ലാതാകണി ഒരുപെട്ട ഓൾട്ട് വന്നിട്ട് മനസ്സിലായ. പിന്നെ കെട്ടിയോന് തിന്നാൻ കൊടുക്കണാണല്ലോ ഇത്. ചെറു തുടച്ചോളാം ഞാൻ കഴിക്കോളാം, ഞാൻ തുടച്ചോളാം. പോയിക്കപ്പാൻ പറഞ്ഞോളാം എന്റെ വളർത്തുന്നു ഒരു ജാതി ഒരു സാധനം. വഴി കൂടി പോണ കാക്കയ്ക്ക് പൂച്ചക്ക് തിന്നാൻ കൊടുക്കും, പണിക്കാർക്ക് തിന്നാൻ കൊടുക്കൂല. പണിക്കാർക്ക് തിന്നാൻ കൊടുക്കില്ല. കൊടുക്കൂല. ഞാൻ ഭക്ഷണം ഇങ്ങനെയുണ്ടോ ഓരോ മുതലുകള് കാശുണ്ടെന്നും പറഞ്ഞിട്ട്. കൊതു കട്ടിട്ട് നിക്കാൻ പറ്റില്ല. പക്ഷേ അല്ല നീ പൊന്നാര വേലുവോ എൻ്റെ അമ്മ പറഞ്ഞ് കേട്ടാ മതിട്ടോ. ഇജൊരു കാര്യം ചേച്ചി, എനിക്ക് നല്ലൊരു പെണ്ണിനെ ഞാനും എൻ്റെ അമ്മയും കണ്ടുവച്ചിരിക്കണം. ഇത് 4-5 കുട്ടികളെ ഇവിടെ കിടന്നോട്ടെ. അതിന് നല്ല സ്വത്തും മുതലും എല്ലാം ലീറ്റിങ്ങളാണ്. ഇതിങ്ങനെ കൂലിപ്പണിക്ക് നടക്കേണ്ട ഒരു ഗതികേടും എനിക്കില്ല. ഈ 5 ഈ പെമ്പറന്നോളി ഇജ് പോറ്റണ്ടേ? ഇതൊന്ന് ആലോചിച്ച് നോക്കാം. അതൊക്കെ ഞാൻ പോറ്റിക്കോളെ പൊന്നാരത്താ. നിങ്ങൾക്ക് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഉപയോഗിച്ചോ മക്കളെ ഉപേക്ഷിച്ചോ? ഇന്റെയൊക്കെ പൈസക്കാരനല്ലേ? ആയിക്കോട്ടെ. അപ്പൊ ഇല്ലാത്ത കൂടെ ജീവിക്കാൻ പറ്റില്ല, കാശില്ലാത്തവർക്ക്. അങ്ങനല്ലേ എങ്ങനെയാണ് നിങ്ങൾ ആ ഭാഗം വർത്തനം പറയാൻ നിൽക്കേണ്ട? കാര്യം പറഞ്ഞുതരാം. ഈ ചോള തൊള്ള ആയിക്കോട്ടെ. മേരിയാൻ പറഞ്ഞു ഞാൻ മേലെ വിളിക്കരുത്. നിങ്ങൾ ഈ അത് കുസുമ്പുണ്ടാക്കാൻ ഇങ്ങോട്ട് വിളിക്കാൻ മുഴുവനാക്കിക്കോ. ഈ പറമ്പിക്കഴിഞ്ഞ കാലം ഞാൻ ചവിട്ടൂല. ഞാൻ പറഞ്ഞു അങ്ങനൊക്കെ പറഞ്ഞു പോയി നാളെ വൈകുന്നേരം കുറ്റം പറയേണ്ട കാര്യം എന്താ നിങ്ങൾക്കുള്ളത്? എന്താ ഉള്ളത്? ഞാൻ അവിടെ പിന്നെ ഒന്നും പറയാണ്ടിരുന്നാണ് പാവം വെച്ചിട്ട്. ആർക്ക് പാവം? ഞങ്ങൾക്ക് പാവം വെച്ചിട്ട് മോശങ്ങൾക്ക് മോശത്തിലുണ്ടാവുക. എനിക്കെന്ത് ആ മോശം ഞാൻ നിങ്ങളെ അവിടെ വെച്ച് നിങ്ങൾ സാറ്റ് കെട്ടൊക്കെ പാടുണ്ടോ? ഞാൻ അവിടെ ജോലി ചെയ്യുന്ന ആളല്ലേ, പഠിക്കുന്ന ആളല്ലേ? ഇവിടെ കിടന്ന് വെള്ളം കുടിച്ച് വലുതായ ആളാണ്. ആയിക്കോട്ടെ, ആ നന്ദിക്കാൻ ഞാൻ വരുന്നത്. അപ്പൊ നിങ്ങളെ നാവ് അന്ന് ഇത്ര നല്ല നടത്തില്ല. നിങ്ങൾ സ്വത്ത് മുതലാക്കാൻ നാവ് നീളം കൂടി. ആ ജാനകേടത്തിന്റെ ഒരു കഷ്ടകാലം. ഈ ജാതി ഒരു മരോളും ഈ ജാതി ഒരു മോനും. എന്തിനു നന്നിട്ടിങ്ങളെയൊക്കെ ബാലാലികളും.